ഒരു സൺസെറ്റിൽ നിന്ന് തുടങ്ങി സൺറൈസിൽ അവസാനിക്കുന്ന ചെറിയ യാത്ര. ജബൽ ജയ്സ്, അവിടെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. UAE-യിലെ ഹയസ്റ്റ് മൗണ്ടൻ ആണ് ജബൽ ജയ്സ്. രാത്രിയായി അവിടെ എത്തിയപ്പോൾ അവിടെ ചെന്ന് ടെൻ്റൊക്കെ അടിച്ചു. പിന്നെ ഒന്ന് സെറ്റായി കുറേ സ്റ്റാർസിനെയൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. അതൊക്കെ നോക്കി അങ്ങനെ സൺറൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടൊരു വ്യൂ ആണിത്. ഒരുപാട് ആളുകൾ രാത്രി ഇതുപോലെ വന്നിട്ട് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണിത് കേട്ടോ. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് കുറച്ചുകൂടി തണുപ്പുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. പിന്നെ സൂര്യന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു എല്ലാവരും. കുറേ നേരം നമ്മൾ ഇങ്ങനെ വ്യൂ ഒക്കെ നോക്കി നിന്നു. കുറേ ആടുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ചെറിയ സെറ്റപ്പൊക്കെ ആയിട്ടാണ് വന്നത്. അത് കാരണം നമ്മളൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിങ്ങനെ നിന്നു. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമ്മൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു ശരിക്കും സൂര്യൻ വരിക എന്നുള്ളത്. അങ്ങനെ നമുക്ക് പിന്നെ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ താഴേക്ക് ഇറങ്ങി. നല്ല ഭംഗിയുള്ള കുറേ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പോണ വഴിക്ക് കാണാനായിട്ട് പറ്റും. സൈക്ലിംഗ് ചെയ്യുന്നവരെ കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ സൺറൈസ് കണ്ടുകൊണ്ട് താഴോട്ടേക്ക് ഇറങ്ങി. സൺറൈസ് അല്ലാതെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും അവിടെ ഉണ്ട് കേട്ടോ. വേൾഡിലെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഉള്ളത് ഇവിടെയാണ്. പിന്നെ സൈക്ലിംഗ്, ഹൈക്കിംഗ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കവിടെ ചെയ്യാനായിട്ട് പറ്റും. ജൂലൈയിലായിരുന്നു ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നത്. ജൂലൈ എന്ന് പറഞ്ഞാൽ UAE-യിൽ ഭയങ്കര ചൂടുള്ള സമയമാണ്. എന്നിട്ടും ഇവിടെ ഒരുപാട് പേര് ക്യാമ്പിങ്ങിന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ നല്ല തണുപ്പ് തോന്നുമായിരുന്നു. ക്യാമ്പിങ്ങിനും സ്റ്റാർസിനെ കാണാനായിട്ടും പിന്നെ ഇതുപോലെ സൺറൈസ് ഒക്കെ കണ്ടിട്ട് വരാനും പറ്റിയ ഒരു നല്ല സ്പോട്ടാണ് ജബൽ ജയ്സ്. അങ്ങനെയുണ്ട് ജബൽ ജയ്സിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുവാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.